അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കിയാലോ, വെറും മന്തിയല്ല, അൽഫാം ചിക്കൻ മന്തി കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കൈപ്പിടി നിറയെ മല്ലിയില, പുതിനയില, 5-6 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, 8-10 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം, ഡ്രൈ ലെമൺ, മന്തി മസാല, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, 3 ക്യൂബ് ചിക്കൻ സ്റ്റോക്കില്ലേ അത്, പിന്നെ 1/4 കപ്പ് വിനീഗർ, കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. റസ്റ്റ് ചെയ്യണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുക. പിന്നെ മസാലകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ വേവിച്ച മസാല അല്ലാതെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ സ്മോക്ക് ചെയ്തെടുക്കുക. 10-20 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ ചിക്കന്. 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസി ആയിട്ടുള്ള ചിക്കനും നല്ല ടേസ്റ്റുള്ള റൈസും കൂടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ചെയ്യുക.